ഈസഡാഡ് എടുത്തിട്ട് നമ്മുടെ രണ്ടാമത്തെ സർവീസ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ആ സർവീസിൻ്റെ എക്സ്പീരിയൻസും എന്തൊക്കെയാണ് നമ്മുടെ ആ രണ്ടാമത്തെ സർവീസ് ചെയ്തു എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയുടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം രണ്ടാമത്തെ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4000 കിലോമീറ്റർ അല്ലെങ്കിൽ 150 ദിവസമാണ്. ഏകദേശം ഒരു 5 മാസത്തിനടുത്ത് ആകുമ്പോഴത്തേന് 150 ദിവസം അല്ലെങ്കിൽ 4000 കിലോമീറ്ററാണ് നമ്മൾ ഈ രണ്ടാമത്തെ സർവീസ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മുടെ 4000 കിലോമീറ്റർ ഓടാത്തതുകൊണ്ട് തന്നെ നമ്മൾ 150 ദിവസം ആയപ്പോഴത്തേന് നമ്മൾ സർവീസ് ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് സർവീസിൻ്റെ വീഡിയോയും എക്സ്പീരിയൻസും എല്ലാം ഷെയർ ചെയ്തായിരുന്നു. നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞായിരുന്നു വണ്ടിക്ക് ഒരുപാട് കംപ്ലയിൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ സെക്കൻഡ് സർവീസ് ആയപ്പോഴും ഒരുപാട് കംപ്ലയിൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ചെറുതായിട്ട് മൈലേജ് കുറവാണെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. ഈ വണ്ടിയാണ് ഒരുപാട് ഓടിയിട്ടുമില്ല. ഈ വണ്ടിയുടെ ടോട്ടൽ നമ്മളൊരു സെക്കൻഡ് സർവീസിന് കൊടുത്തപ്പോൾ തന്നെ ഇതൊരു 1000 കിലോമീറ്റർ ആട്ടോ ആയിട്ടുള്ളൂ. ഓട്ടം കുറവാണ്. ഇതാണ് നമ്മുടെ സെക്കൻഡ് സർവീസിന് അയക്കുന്ന ഒരു പ്രൈസും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത് കേട്ടോ. ടോട്ടലായിട്ടുള്ളൊരു എക്സ്പെൻസ് ഇതാണ് സെക്കൻഡ് സർവീസിന്. അതായത് സെക്കൻഡ് സർവീസ് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഈ ഒരു വണ്ടിയിൽ വാഷ് കോട്ടിങ് ചെയ്തിട്ടോ. അതിനൊരു 250 രൂപയും പിന്നെ ഒരു 18% GST എടുത്തിട്ടുണ്ട്. പിന്നെ കൺസ്യൂമബിൾ ചാർജ് എന്ന് പറഞ്ഞിട്ട് ഒരു 70 റുപ്പീസ് എടുത്തിട്ടുണ്ട് അതിൻ്റെ GST. അങ്ങനെ ടോട്ടൽ 377.60 നമുക്ക് ടോട്ടൽ എക്സ്പെൻസ് സെക്കൻഡ് സർവീസിനായത്. അപ്പോൾ സെക്കൻഡ് സർവീസ് നമ്മൾ എക്സ്ട്രാ ആയിട്ട് ചെയ്തേക്കുന്ന ഇതിനകത്ത് ഈ ഒരു വാഷ് കോട്ടിങ് മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാതെ നമുക്ക് ഫ്രീ ആയിട്ട് സെക്കൻഡ് സർവീസ് കിട്ടുന്നത് ഫുള്ള് വാട്ടർ സർവീസ് കിട്ടും. ഫുള്ള് ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യും കേട്ടോ. പിന്നെ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ആ കംപ്ലയിൻറ്റും അവർ ഓക്കെ ആക്കി തരും. അപ്പോൾ നമ്മൾ പറഞ്ഞത് മൈലേജ് കുറവാന്നുള്ള ഇഷ്യൂ പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരുപാട് ആയിട്ടില്ല, മൈലേജ് ആയിക്കോളൂ എന്നാണ് പറഞ്ഞത്. ഒരുപാട് നമ്മൾ ഓടിയിട്ടില്ലല്ലോ, കുറേ ഓടിക്കഴിഞ്ഞുമ്പോഴാണ് മൈലേജ് തനിയെ കയറുള്ളൂ. പിന്നെ വേറെ കംപ്ലയിൻറ്റ് കാര്യങ്ങളില്ല. ഫുള്ള് ടോട്ടലി ഒന്ന് ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വാട്ടർ സർവീസും ഉണ്ട്. അതാണ് മെയിനായിട്ട് ഒരു വണ്ടിക്ക് ഒരു പ്രശ്നമില്ലെങ്കിലും നോർമലായിട്ട് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് വന്നേക്കുന്ന ഈ ഒരു വാഷ് കോട്ടിങ്ങും ചെയ്തിട്ടുണ്ട്. വാഷ് കോട്ടിങ് ചെയ്തുകൊണ്ട് തന്നെ വണ്ടി ഒന്ന് പോളിഷായി അത്യാവശ്യം നല്ല കളറായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. ബ്ലാക്കും ടയറും ഒക്കെ ആണെങ്കിൽ നല്ലപോലെ ബ്ലാക്കാക്കി ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ വണ്ടി എടുത്തിട്ട് നമുക്ക് 4 സർവീസ് ആട്ടോ ഫ്രീ കിട്ടുന്നത്. അതായത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് സർവീസ് 1000 കിലോമീറ്റർ അല്ലെങ്കിൽ 30 ദിവസത്തിന് ഉള്ളിൽ നമ്മൾ ചെയ്യിക്കണം. രണ്ടാമത്തെ സർവീസ് 4000 കിലോമീറ്റർ അല്ലെങ്കിൽ 150 ദിവസം. മൂന്നാമത്തെ സർവീസ് വന്നത് 7000 കിലോമീറ്റർ അല്ലെങ്കിൽ 270 ദിവസം കേട്ടോ. പിന്നെ നാലാമത്തെ സർവീസ് 10000 കിലോമീറ്റർ അല്ലെങ്കിൽ 390 ദിവസം. ഈ ദിവസം പറയുന്നത് നമ്മൾ എന്നാണ് വണ്ടി എടുത്ത് ആ വണ്ടി എടുത്ത ദിവസം മുതലുള്ള കൗണ്ടാട്ടോ പറയുന്നത്. അപ്പോൾ 30 ദിവസം എന്ന് പറഞ്ഞാൽ വണ്ടി എടുത്ത അന്ന് മുതൽ 30 ദിവസമാണ്. പിന്നെ നമുക്ക് 10000 കിലോമീറ്റർ അല്ലെങ്കിൽ 390 കിലോമീറ്ററിനുള്ളിലാണ് ഫോർത്ത് സർവീസ് തന്നെ. അപ്പോൾ അത് വണ്ടി എടുത്ത അന്ന് മുതൽ 390 ദിവസമാണ് കൗണ്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി എടുത്ത് ഫസ്റ്റ് സർവീസിനകത്ത് നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്തായിരുന്നു. പിന്നെ നമ്മൾ സെക്കൻഡ് സർവീസിന് വണ്ടി ഒരുപാട് ഓടാത്തതുകൊണ്ടാണ് ഓയിൽ സർവീസ് സെക്കൻഡ് സർവീസിനകത്ത് ചെയ്യാത്ത കേട്ടോ. വണ്ടി നല്ല രീതിയിൽ ഓടിയിട്ടുണ്ടായിരുന്നു, വേണം ചെയ്യായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ നമുക്ക് മൂന്നാമത്തെ സർവീസൊക്കെ ആകുമ്പോഴത്തേന് ഓയിൽ ചേഞ്ച് ചെയ്താൽ മതി കേട്ടോ. നമ്മൾ വണ്ടി മേടിച്ചിട്ട് നമ്മൾ 2 വീഡിയോ ഇട്ടായിരുന്നു കേട്ടോ. ഈ വണ്ടി മേടിച്ചത് എങ്ങനെയാണെന്നുള്ളതും പിന്നെ ഫസ്റ്റ് സർവീസിൻ്റെ 2 വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ വീഡിയോയിൽ ഒരുപാട് എൻക്വയറീസ് വന്നായിരുന്നു. എങ്ങനെയുണ്ട് വണ്ടി, മൈലേജ് കിട്ടുന്നുണ്ടോ, സർവീസൊക്കെ എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിച്ചിട്ട്. അതിനകത്ത് സെക്കൻഡ് സർവീസ് ആയോ, സെക്കൻഡ് സർവീസിൽ എന്തൊക്കെ ചെയ്തതെന്നൊക്കെ ആയിട്ട് ഒരുപാട് എൻക്വയറി വന്നായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരുപാട് കംപ്ലയിൻറ്റ് കാര്യങ്ങളൊന്നും വണ്ടി എടുത്തിട്ട് വന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് നോർമലായിട്ട് പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു സെക്കൻഡ് സർവീസിന് ചെയ്യാനായിട്ട്. അതുകൊണ്ട് വണ്ടിയെല്ലാം ഒന്ന് വാട്ടർ സർവീസൊക്കെ ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആ ഒരു വാഷ് കോട്ടിങ്ങും കൂടെ ചെയ്തു കേട്ടോ. ഒന്ന് പോളിഷ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് നിർബന്ധമൊന്നുമില്ല ചെയ്യണം എന്നുള്ളത്. ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു കളറായിട്ടൊന്ന് കുറച്ച് നാളൊക്കെ ഒന്ന് തിളങ്ങിയിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ എവിടെയെങ്കിലൊക്കെ പുറത്തൊക്കെ കൊണ്ടുപോയി വെച്ച് നല്ല പൊടിയൊക്കെ ആകുമ്പോഴത്തേന് വേഗം അതങ്ങ് പോകും ഒരാഴ്ച കൊണ്ടൊക്കെ. വാഷ് കോട്ടിങ് ചെയ്ത് നമ്മൾ കുറച്ച് നാളത്തേന് നല്ല അടിപൊളിയായിട്ട് തിളങ്ങിയിരിക്കും വണ്ടി. പിന്നെ വണ്ടിയെക്കുറിച്ച് വണ്ടി എങ്ങനെയുണ്ടെന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചു. വണ്ടിയെക്കുറിച്ച് ഒറ്റവാക്കി പറയുകയാണെങ്കിൽ വണ്ടി അടിപൊളി വണ്ടിയാണ്. അത്യാവശ്യം നല്ല പവറൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ മൈലേജും അത്യാവശ്യം കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ലോക്കൽ ഓട്ടോ ആണ്. പിന്നെ ഞാൻ ഒരുപാട് ഓടിയിട്ടില്ല കേട്ടോ. ഓടിയതിനെ അപേക്ഷിച്ച് നമുക്ക് അത്യാവശ്യം മൈലേജ് കിട്ടുന്നുണ്ട്. പിന്നെ വണ്ടി അത്യാവശ്യം കുറച്ച് കിലോമീറ്ററൊക്കെ ആയിക്കഴിഞ്ഞാലാണ് അത്യാവശ്യം ഇവർ പറഞ്ഞ മൈലേജിൻ്റെ അടുത്തെങ്കിലും എത്തുള്ളൂ കേട്ടോ. ഇപ്പം നമുക്ക് മൈലേജ് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ കിട്ടുന്നത് 45 കിലോമീറ്ററാണ്. അതായത് 1000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് 45 കിലോമീറ്ററാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ നല്ല റോട്ടിൽ കൂടെയും ഹൈവേ കൂടെയൊക്കെ പോകുമ്പോൾ നമുക്ക് മൈലേജ് കയറുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. നമുക്ക് ഡിജിറ്റൽ മീറ്ററിനകത്ത് ഇപ്പോൾ 45 എന്നുള്ളത് 46 അങ്ങനെ 46 സംതിങ് അങ്ങനെ കയറുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ലോക്കൽ ഓട്ടങ്ങൾ നമ്മൾ ഈ ഒത്തിരി കട്ടറുള്ള വഴി അങ്ങനെയൊക്കെ പോകുമ്പോൾ ഈ മൈലേജ് കുറയുന്നത് നമുക്ക് ഡിജിറ്റൽ മീറ്ററിനകത്ത് അറിയാനായിട്ട് സാധിക്കും കേട്ടോ. കമ്പനി പറയുന്ന മൈലേജ് എന്ന് പറഞ്ഞാൽ 67 സംതിങ് മൈലേജാണ് കമ്പനി പറയുന്നത്. അതങ്ങനെ പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്രോൾ പ്ലസ് ഹൈബ്രിഡ് സിസ്റ്റം കൂടെ ഉണ്ട്. ലൈറ്റായിട്ട് ബാറ്ററിയുടെ സപ്പോർട്ടും കൂടെ കൊടുക്കുന്നതുകൊണ്ട് ചെറിയൊരു മൈൽഡ് ഹൈബ്രിഡ് സിസ്റ്റമായിട്ട് ഇത് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ.
അപ്പോൾ നമ്മൾ നല്ല ഹൈവേ കൂടെയൊക്കെ ഒരുപാട് ഇറപ്പിക്കാതെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്രോൾ പ്ലസ് ബാറ്ററിയിലാണ് ഓടുന്നത്. അതുകൊണ്ട് തന്നെ പെട്രോൾ കൺസപ്ഷൻ കുറച്ച് കുറവായിരിക്കും മറ്റ് വണ്ടികളെ അപേക്ഷിച്ച് ഹൈബ്രിഡിലേക്ക് വരുമ്പോഴത്തേനും. അപ്പോൾ അതുകൊണ്ടൊക്കെ അത്യാവശ്യം നല്ല മൈലേജ് കിട്ടേണ്ട ഒരു വണ്ടിയാണ്. നമ്മളിപ്പോൾ വണ്ടി ഒരുപാട് ഓടാത്തതുകൊണ്ടായിരിക്കും നമുക്ക് ഒരു മൈലേജിൻ്റെ ലെവലിലേക്ക് എത്താത്തതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പം ഇത് കൂട്ട് ZR ഹൈബ്രിഡ് വണ്ടി ഉപയോഗിക്കുന്ന ആരിലൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് എത്രയാണ് മൈലേജ് എന്നൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. മൈലേജ് കിട്ടുന്നുണ്ടോ, അത് മൈലേജ് കുറവാണോ, എങ്ങനെയാണെന്നുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ വണ്ടിയെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിലും ഇതിൻ്റെ പാർട്സും കാര്യങ്ങളൊക്കെ ഞാൻ ഫസ്റ്റ് സർവീസിൻ്റെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് ഈ വീഡിയോയുടെ കൂടെ ചേർക്കാം. സെക്കൻഡ് സർവീസിൽ ഇതാണ് നമ്മുടെ എക്സ്പീരിയൻസ്. ഒരുപാട് വേറെ ഇഷ്യൂ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വന്നില്ല. പിന്നെ ടോട്ടലായിട്ട് 377 രൂപയാണ് എക്സ്പെൻസും വന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് സർവീസിൻ്റെ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടുതൽ വീഡിയോയ്ക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.